ശശികാന്ത് സെന്തിൽ IAS തിരുവള്ളൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണവും അതിലെ ജീർണതയും ശരിക്കും മനസ്സിലാക്കിയവർ സിവിൽ സർവീസുകാർ തന്നെയാണ്. അവർക്ക് ഭരണനിർവഹണം തന്നെയാണ് ജോലി എന്നുള്ളത് കൊണ്ട് ആര് കഴിവുള്ളവർ ആര് കഴിവുകെട്ടവർ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ BJPയുടെ ദുർഭരണം ഈ രാജ്യത്ത് നിന്ന് അവസാനിപ്പിക്കാൻ സമയമായി എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സെന്തിൽ പദവി രാജിവെച്ച് ലോകസഭയിലേക്ക് മത്സരിക്കുന്നത്. വർഗീയതയോടും ഫാസിസത്തോടും സന്ധി ചെയ്യാനാവില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർണാടക കേഡർ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഔദ്യോഗിക സർവീസ് ഉപേക്ഷിച്ച് IASകാരൻ എന്ന പദവി ഉപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ജനവിധി തേടുന്നു എന്നറിഞ്ഞതോടെ മോദി ഭരണത്തിൻ്റെ ജീർണത ഒന്നുകൂടി രാജ്യം വായിച്ചെറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ശശികാന്ത് സെന്തിലാണ് തമിഴ്നാട്ടിലെ തിരുവള്ളൂർ സംവരണ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. മതേതര നിലപാടുകൾക്ക് മുകളിൽ ഫാസിസ്റ്റ് അധികാര രാഷ്ട്രീയം നിഴൽ വിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു മംഗളൂരുവിൽ ദക്ഷിണ കന്നഡ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ കസേര വലിച്ചെറിഞ്ഞുകൊണ്ട് 2019 ശശികാന്ത് സെന്തിൽ ഇറങ്ങിപ്പോയത്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ JDS കോൺഗ്രസ് സർക്കാരിനെ കുതിരക്കച്ചവടം ഉപയോഗിച്ച് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ BJP അട്ടിമറിച്ചപ്പോൾ ആ തട്ടിപ്പ് സർക്കാരിൻ്റെ കീഴിൽ പണിയെടുക്കേണ്ടുന്ന ഗതികേട് തനിക്കില്ലെന്നും പറഞ്ഞ് യെദ്യൂരപ്പയുടെ മുഖത്തേക്ക് നോക്കി IAS പദവി വലിച്ചെറിഞ്ഞു പോയ നട്ടെല്ലുള്ള IASകാരനായിരുന്നു ശശികാന്ത് സെന്തിൽ. കർണാടകയിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയ സമയമായിരുന്നു അത്. അതിനുശേഷം കോൺഗ്രസിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച സെന്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ മേൽനോട്ട ചുമതല വഹിച്ചു. കോൺഗ്രസ് യുദ്ധമുറിയിലിരുന്ന് അദ്ദേഹം പ്രയോഗിച്ച ബുദ്ധിയായിരുന്നു അക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതും കോൺഗ്രസിനെ കർണാടകയിൽ അധികാരത്തിലേറ്റിയതും. ഗ്രാമവികസന മന്ത്രിയായിരിക്കെ BJP നേതാവ് KS ഈശ്വരപ്പ 40% കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്ന കരാറുകാരൻ സന്തോഷ് പട്ടേലിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് മന്ത്രിയുടെ രാജിയിൽ കലാശിച്ചത് നമ്മൾ കണ്ടതാണ്. ആ സംഭവം 40% കമ്മീഷൻ സർക്കാർ എന്ന കോൺഗ്രസ് പ്രചരണ തലക്കുറിയാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ശശികാന്തിൻ്റെ തലയാണ്. പേടിഎമ്മിന് പകരം PCM എന്നാക്കി കർണാടകയെ ഇളക്കിമറിച്ച പ്രചരണം സെന്തിലിൻ്റെ IAS ബുദ്ധി തന്നെയാണ്. കോൺഗ്രസ് ഏൽപ്പിച്ച സമൂഹ മാധ്യമ ചുമതല ഉരുളക്കുപ്പേരി പോലെ മറുപടിയും പ്രതികരണവുമായാണ് സെന്തിൽ നയിച്ചത്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ ജനങ്ങളെ സ്വാധീനിച്ച ഉറപ്പുകൾക്ക് പിന്നിലുണ്ടായിരുന്നു ശശികാന്തിൻ്റെ സ്പർശം. പൗരത്വ സമരത്തിൽ സജീവമായിരുന്ന സെന്തിൽ 2020 നവംബറിൽ തമിഴ്നാട്ടിൽ തൻ്റെ നാട്ടിൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. ഇപ്പോഴിതാ തിരുവള്ളൂർ സംവരണ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി MK സ്റ്റാലിൻ്റെ കൂടി അനുഗ്രഹത്തോടെ മോദിയെ തുരത്താനിറങ്ങുന്ന ടീമിൽ കരുത്തനായി ശശികാന്ത് സെന്തിൽ IASും മുന്നിൽ തന്നെ നിൽക്കുകയാണ്.